നമസ്കാരം. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി കുറ്റകൃത്യങ്ങളുടെയും മാഫിയയുടെയും പശ്ചാത്തലത്തിൽ ഒരു സിനിമ ചെയ്യണമെന്ന് സംവിധായകൻ ജോമോന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആഗ്രഹം വളരെ ചെറുപ്പം മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. 1980കളുടെ അവസാനത്തിലാണ് അദ്ദേഹം IV ശശിയുടെ അസോസിയേറ്റ് ഡയറക്ടറാവുന്നത്. 1988 IV ശശി 1921 എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ തന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയുടെ ത്രെഡ് അദ്ദേഹം മമ്മൂട്ടിയോട് പറഞ്ഞു. ആ ത്രെഡ് മമ്മൂട്ടിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അതൊന്ന് വികസിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. പിന്നെയും ഏകദേശം 1 വർഷം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം അത് ഒരു കഥയാക്കി മഹായാനത്തിന് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മമ്മൂട്ടിയോടും ജോഷിയോടും പറയുന്നത്. മമ്മൂട്ടിക്കും ജോഷിക്കും കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോഴും അതൊരു തിരക്കഥയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം ജോമോൻ മദ്രാസിലെ ഒരു ലോഡ്ജിൽ വെച്ച് അതിന്റെ തിരക്കഥ എഴുതാൻ തുടങ്ങി. 1 മാസത്തിന് ശേഷം മമ്മൂട്ടി ചെന്നൈയിലെ വുഡ്ലാൻഡ് ഹോട്ടലിൽ എത്തിയപ്പോൾ ജോമോൻ തിരക്കഥ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഒറ്റയിരുപ്പിന് മമ്മൂട്ടി അത് മുഴുവൻ വായിച്ചു തീർത്തു. പക്ഷേ പരിചയസമ്പന്നനായ ഒരു തിരക്കഥാകൃത്തിന്റെ അഭാവം ആ തിരക്കഥയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ മമ്മൂട്ടി തന്നെ പ്രശസ്തനായ ഒരു തിരക്കഥാകൃത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തതനുസരിച്ച് ആ കഥ മുഴുവൻ കേട്ട ശേഷം അദ്ദേഹം എഴുതാൻ തുടങ്ങി. എന്നാൽ എഴുതി വന്നപ്പോൾ ജോമോൻ പ്രതീക്ഷിച്ച പോലെയായിരുന്നില്ല തിരക്കഥയുടെ പോക്ക്. ആ അതൃപ്തി ജോമോൻ തിരക്കഥാകൃത്തിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി നിങ്ങളുടെ കഥയ്ക്ക് അതേപോലെ തിരക്കഥ എഴുതാൻ വേറെ ആളെ നോക്കാൻ പറഞ്ഞു. അന്ന് പൂർത്തിയായ തിരക്കഥ പാലക്കാട്ട് നമ്പർ 20 മദ്രാസ് മെയിലിന്റെ ലൊക്കേഷൻ വെച്ച് ജോമോൻ മമ്മൂട്ടിയെ കാണിച്ചു. അത് വായിച്ച് മമ്മൂട്ടി വലിച്ചെറിഞ്ഞു. അന്ന് അവിടെ പാട്ട് എഴുതാനെത്തിയ ഷിബു ചക്രവർത്തിയെ ചൂണ്ടി മമ്മൂട്ടി പറഞ്ഞു, ഷിബു നിന്നെ സഹായിക്കും, നിങ്ങൾ രണ്ടുപേരും കൂടി എഴുതി നോക്കുക. അതിനു മുമ്പ് ഷിബു ചക്രവർത്തി മനു അങ്കിൾ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിരുന്നു. അങ്ങനെ തിരക്കഥ പൂർത്തിയായ ശേഷം ഒരു നിർമ്മാതാവിനെ തപ്പി ജോമോൻ ഇറങ്ങി. ജോമോൻ ചെന്നൈയിലുള്ള സമയത്ത് ആരിഫ എന്റർപ്രൈസസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നു. ആ ഒരു പരിചയം വെച്ച് ആരിഫ ഹസനോട് ആ ചിത്രം നിർമ്മിക്കാമോ എന്ന് ജോമോൻ ചോദിച്ചു. യഥാർത്ഥത്തിൽ ഹസൻ ചില ചിത്രങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു അത്. എന്നാലും ജോമോന്റെ പ്രോജക്റ്റ് നിർമ്മിക്കാൻ ഹസൻ തയ്യാറായി. എന്നാൽ ആരിഫ പ്രൊഡക്ഷൻസിന്റെ തടാകം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷം മമ്മൂട്ടിയും ഹസനും തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നു. എന്നാൽ ചിത്രം ആരിഫ ഹസൻ തന്നെ നിർമ്മിക്കുമെന്ന് ജോമോൻ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് 1.5 വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടി ആ പ്രോജക്റ്റിന് സമ്മതം മൂളുന്നത്. അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ചെന്നൈയിലെ ജയഭാരതിയുടെ വസതിയും തിരുവനന്തപുരം വിമാനത്താവളവുമെല്ലാം പ്രധാന ലൊക്കേഷനുകളായി പ്രവർത്തിച്ചു. തുടക്കത്തിൽ മധുവും ശ്രീവിദ്യയും തമ്മിലുള്ള രംഗങ്ങളായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി ലൊക്കേഷനിലെത്തുന്നത്. എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മധുവിനെ വിളിച്ച് ജോമോന് പണി അറിയാമോ എന്ന് ചോദിച്ചിരുന്നു. പണി അറിയാം, പക്ഷേ നടക്കുന്നതും ചിരിക്കുന്നതും കരയുന്നതുമെല്ലാം സ്ലോ മോഷനിലാണെന്ന് അദ്ദേഹം തമാശ രൂപേണ മമ്മൂട്ടിയോട് പറഞ്ഞു. അടുത്ത ദിവസം സെറ്റിലെത്തിയ മമ്മൂട്ടി ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കാണിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഷൂട്ടിംഗ് ബ്രേക്ക് ഇട്ട് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ മുഴുവൻ മമ്മൂട്ടിയെ കാണിച്ചു. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ മനസ്സാണ് സ്ലോ മോഷനായി ഉപയോഗിച്ചതെന്ന് അദ്ദേഹം മമ്മൂട്ടിയെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ആ ചിത്രത്തിലെ സ്ലോ മോഷൻ ഒരു ഇമോഷനാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് മമ്മൂട്ടി അഭിനയിക്കാൻ ഇറങ്ങിയത്. പാട്ടുകളില്ലാത്ത സിനിമയെപ്പറ്റി ചിന്തിക്കാൻ പറ്റാത്ത കാലമായിരുന്നു അത്. പാട്ടും കോമഡിയും ഒന്നും ഇല്ലാത്ത സിനിമ ചെയ്യണോ എന്ന് പലരും മമ്മൂട്ടിയോട് ചോദിച്ചു. പക്ഷേ മമ്മൂട്ടി ആ സിനിമയിൽ ഉറച്ചു നിന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം സിനിമയുടെ സംഗീതം നിർവഹിക്കാനായി അവർ സമീപിച്ചത് ഇളയരാജയായിരുന്നു. യഥാർത്ഥത്തിൽ പാട്ടുകൾ കമ്പോസ് ചെയ്യാനാണ് അദ്ദേഹം എത്തിയത്. എന്നാൽ സിനിമയിൽ പാട്ടില്ല എന്നറിഞ്ഞിട്ടും ശിവാജി പ്രൊഡക്ഷൻസിന്റെ സിനിമ മാറ്റിവെച്ച് ഈ സിനിമയ്ക്ക് വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു. അങ്ങനെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത 5 തീം മ്യൂസിക്കും ഹിറ്റായി മാറി. സിനിമ റിലീസായതിനു ശേഷം മമ്മൂട്ടി ആ സന്തോഷ വാർത്ത ജോമോനെ വിളിച്ചു പറഞ്ഞു. പടം സൂപ്പർ ഹിറ്റ്. ജോമോന്റെ കഥയ്ക്ക് ഷിബു ചക്രവർത്തിയെ തിരക്കഥ എഴുതി മമ്മൂട്ടിയും മധുവും ശ്രീവിദ്യയും വിജയരാഘവനും ക്യാപ്റ്റൻ രാജുവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ആരിഫ പ്രൊഡക്ഷൻസിന് വേണ്ടി D. അജ്മൽ ഹസൻ നിർമ്മിച്ച് ജോമോൻ സംവിധാനം ചെയ്ത് 1990 ജൂൺ 22 റിലീസ് ചെയ്ത 122 മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ആക്ഷൻ ചലച്ചിത്രം സാമ്രാജ്യം.